റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലുള്ള വചനങ്ങളാണ്. അതിലും 5-ാമത്തെ വചനത്തിൽ ഒരു വാക്കുണ്ട്. അത് നമ്മളതൊന്ന് ധ്യാനിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വിധേയത്വം. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പോസ്തല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ വിധേയത്വം. ഈശോയെ കാണാതെ പോകുമ്പോഴും അങ്ങനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുപിട്ടുമല്ലോ. ലൂക്ക 2:51 പറയുന്നത്, പിന്നെ ഈശോ മാതാപിതാക്കളുടെ കൂടെ പോയി അവർക്ക് വിധേയനായി ജീവിച്ചു. വിധേയത്വം അത് വിശ്വാസത്തിൻ്റെ വിധേയത്വം. നമ്മൾ ഈ കുർബാന അർപ്പിക്കുമ്പോൾ അതൊരു കാര്യമാണ്. അനുഗ്രഹം കിട്ടാനുള്ള ഒരു വഴിയാണ് വിശ്വാസത്തിൻ്റെ വിധേയത്വം നമുക്ക് വേണം. ദൈവാനുഗ്രഹത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ഈ ധൂർത്തപുത്രനൊക്കെ തിരിച്ചു വന്നപ്പോൾ കണ്ടോ, ആ ഒരു വിധേയത്വം കണ്ടോ? ഒന്നും ചോദിക്കുന്നൊന്നുമില്ല, എല്ലാ തെറ്റിനും മാപ്പ് പറഞ്ഞ്. ആ നല്ല കള്ളൻ്റെ വിധേയത്വം ശ്രദ്ധിച്ചോ? സഖ്യവൂസിൻ്റെ വിധേയത്വം ശ്രദ്ധിച്ചോ? അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം കേട്ടോളാം. അതാണ് വിധേയത്വം. അങ്ങനെ ഒരു അനുഭവം ഈ കുർബാന സമയത്ത് നമുക്ക് ദൈവം തരട്ടെ.